സൗദി പ്രോ ലീഗ് ക്ലബായ അൽ നസർ എഫ്.സി പുതിയ പരിശീലകനെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നിർദ്ദേശം ക്ലബ്ബ് സ്വീകരിച്ചില്ല എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 14 മാസം മാത്രം നീണ്ട അൽ നസർ എഫ്.സി മാനേജർ സ്ഥാനം പോർച്ചുഗീസുകാരനായ ലൂയിസ് കാസ്ട്രോ രാജിവെക്കേണ്ടി വന്നതോടെയാണ് ഒഴിവ് വന്നത്. ലൂയിസ് കാസ്ട്രോയുടെ പകരക്കാരനെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ലൂയിസ് കാസ്ട്രോയുടെ പകരക്കാരനായി ഫ്രഞ്ച് ഇതിഹാസം സിനദീൻ സിദാനെ കൊണ്ടുവരണം എന്നതായിരുന്നു റൊണാൾഡോയുടെ ആവശ്യം. എന്നാൽ ആ നിർദ്ദേശം അൽ നസർ എഫ്.സി തള്ളിയെന്നാണ് റിപ്പോർട്ടുകൾ. 2019-2021 കാലഘട്ടത്തിൽ റയൽ മാഡ്രിഡ് പരിശീലകനായിരുന്നു സിനദീൻ സിദാൻ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇക്കാലഘട്ടത്തിൽ റയൽ മാഡ്രിഡിലുണ്ടായിരുന്നു. 2 ലാലിഗ ട്രോഫിയും 3 തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടവും 2 തവണ യുവേഫ സൂപ്പർ കപ്പും 2 തവണ ഫിഫ ക്ലബ് ലോകകപ്പും 2 സൂപ്പർ കോപ്പയും സിനദീൻ സിദാന്റെ ശിക്ഷണത്തിന് കീഴിൽ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. 2019 ശേഷം ക്ലബ്ബുകളുടെ ചുമതലയൊന്നും സിനദീൻ സിദാൻ ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ സിദാനെ സ്വന്തമാക്കാൻ അൽ നസർ എഫ്.സി താൽപര്യം കാണിച്ചില്ലെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. 2023 ജൂലൈ 6-നാണ് ലൂയിസ് കാസ്ട്രോ അൽ നസർ എഫ്.സിയുടെ മുഖ്യ പരിശീലകനായത്. 2020 ശേഷം ഒരു സുപ്രധാന ട്രോഫി എന്ന അൽ നസർ എഫ്.സിയുടെ സ്വപ്നം സഫലമാക്കാൻ പോർച്ചുഗീസ് മുഖ്യ പരിശീലകന് സാധിച്ചില്ല. 2024 സൗദി സൂപ്പർ കപ്പ് ഫൈനലിൽ അൽ ഹിലാൽ എഫ്.സിക്ക് മുന്നിൽ പരാജയപ്പെട്ടപ്പോൾ തന്നെ ലൂയിസ് കാസ്ട്രോയെ മാറ്റാനുള്ള ചർച്ചകൾ നടന്നിരുന്നു. 2023 അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പിൽ ടീമിലെ എത്തിച്ചാണ് ലൂയിസ് കാസ്ട്രോ അൽ നസറിൽ പരിശീലകനായത്. ഇതിനിടെ ലൂയിസ് കാസ്ട്രോയ്ക്ക് പകരമായി മറ്റൊരു പോർച്ചുഗീസ് പരിശീലകനായ സെർജിയോ കോൺസിക്കാവോയെ റിയാദിലെത്തിക്കാനുള്ള നീക്കവും അൽ നസർ നടത്തിയിരുന്നു. എന്നാൽ അത് നടന്നില്ല. ലൂയിസ് കാസ്ട്രോയുടെ പകരക്കാരനായി ഇറ്റാലിയൻ സീരി എ സൂപ്പർ ക്ലബായ AC മിലാന്റെ മുൻ പരിശീലകൻ സ്റ്റെഫാനോ പിയോളിയാണ് നിയമിതനായിരിക്കുന്നത്. 2019 മുതൽ 2024 വരെ AC മിലാന്റെ മുഖ്യ പരിശീലകനായിരുന്നു ഇദ്ദേഹം. 2024 മെയ് മാസത്തിൽ മിലാനിൽ നിന്ന് ഇറങ്ങിയ ശേഷം പിയോളി ടീമുകളുടെ ചുമതലയെ ഏറ്റെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അൽ നസർ എഫ്.സിക്ക് വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തെ പരിശീലകനായി നിയമിക്കാൻ സാധിച്ചു. 2021-22 സീസണിൽ ഇറ്റാലിയൻ സീരി എ ട്രോഫി AC മിലൻ സ്വന്തമാക്കിയത് പിയോളിയുടെ ശിക്ഷണത്തിലായിരുന്നു. 2024-25 സൗദി പ്രോ ലീഗ് സീസണിൽ പതിഞ്ഞ തുടക്കമാണ് അൽ നസർ എഫ്.സി നിലവിൽ നടത്തിയിട്ടുള്ളത്. 3 മത്സരം കളിച്ചതിൽ 2 സമനിലയും 1 ജയവുമായി 5 പോയിന്റുകളുമായി ലീഗ് ടേബിളിൽ 7-ാം സ്ഥാനത്താണ് അൽ നസർ ഉള്ളത്. അൽ എത്തിഫാഖിനെതിരെ നടക്കാനിരിക്കുന്ന സൗദി പ്രോ ലീഗ് മത്സരത്തിലാണ് അൽ നസർ പരിശീലകനായി പിയോളി അരങ്ങേറ്റം കുറിക്കുക.